സംസ്ഥാന സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് പിന്നെ മൃദംഗത്തിനുള്ള മത്സരം അപ്പോൾ തന്നെ ദാസേട്ടൻ്റെ ശാസ്ത്രീയ സംഗീത മത്സരം, പിന്നെ നിങ്ങൾ ഒരുമിച്ച് കണ്ട ആ കാഴ്ച, അതിനുശേഷം സമാന്തരമായി വളരെ ഭംഗിയോടെ ഒരുപാട് കാലം സഞ്ചരിക്കാനും മലയാളത്തിൻ്റെ ഹൃദയത്തിൽ വളരെ ഭംഗിയുള്ള ഒരു ഇടം നേടാനും ഒക്കെ സാധിച്ചു. അതൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഭാഗ്യമായിട്ട് കരുതുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം, ഈശ്വരൻ്റെ അനുഗ്രഹം. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് മറ്റു പലരേക്കാൾ ശ്രമങ്ങൾ കുറഞ്ഞ ഒരു ഗായകൻ. ഒരുപക്ഷെ ആദ്യത്തെ പാട്ട് പാടിയപ്പോൾ പോലും പാടിയിട്ട് പോലും ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞു പൊയ്ക്കളഞ്ഞ ആള് ഫസ്റ്റ്. അതെ 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 കുഞ്ഞാലിമരക്കാരിൽ ആ ഓർമ്മകൾ ഒന്നുകൂടെ. കുഞ്ഞാലിമരക്കാരിൽ എന്നെ ഞാൻ അവിടെ ഒരു പ്രോഗ്രാമിന് പാകിസ്ഥാൻ വാർ ഫണ്ടിൻ്റെ എം ബി ശ്രീനിവാസൻ്റെ പ്രോഗ്രാം മലയാളി ക്ലബ്ബ് മദ്രാസിൽ പ്രോഗ്രാമിന് പോയി പാടാൻ ചൊട്ട മുതലുള്ളവരെ വരെയാണ് പാടിയത് പ്രോഗ്രാമിന്. അപ്പം അന്ന് വേറെ പാട്ടുകാരൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടി. ശേഖർ സാറായിരുന്നു ഇത് ചോദിച്ചത്. ശേഖർ സാറിൻ്റെ പാട്ടാണല്ലോ, പുള്ളിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ ശേഖർ സാർ പാടാൻ പറഞ്ഞു, ആ പാട്ട് പാടി നന്നായിട്ട് പാടാൻ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ആ പാട്ട് പ്രോഗ്രാമിൽ. പക്ഷെ ഭാഗ്യത്തിന് ശോഭന പരമേശ്വരൻ നായർ ഇപ്പം മരിച്ചു പോയില്ലേ, അദ്ദേഹം ശോഭന പരമേശ്വരൻ നായർ വന്നിരുന്നു, RS പ്രഭു, വിൻസെൻ്റ് മാസ്റ്റർ, ഇവർ 3 പേര് പ്രോഗ്രാമിൽ നിന്നു. പിറ്റേ ദിവസം ഈ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട എൻ്റെ വീട്ടിൽ വന്ന് പരമേശ്വരൻ നായർ പരമോണ്ണൻ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയി റെക്കോർഡ് ചെയ്തത്. അങ്ങനെയാണ് ആദ്യത്തെ കുഞ്ഞാലിമരക്കാർ റെക്കോർഡിങ്. ഒരു മുല്ല പൂമാലയുമായി നീന്തി 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 വന്നൊരു ഡുവറ്റ് കുംഭഗാനം. ആദ്യത്തെ ദിവസം പാടാൻ ശരിയായില്ല, പേടിച്ചിട്ട്. എന്നിട്ട് ഞാൻ വേണ്ടാന്ന് വെച്ച് പോയി, ഇനി പാട്ടും വേണ്ടാന്നും വേണ്ട, ഞാൻ വേറെ പണി നോക്കാമെന്ന് വെച്ചിട്ട് ഇറങ്ങി പോന്നതാണ്. പിറ്റേ ദിവസം പരമോണ്ണൻ ആദ്യം വന്ന് എനിക്കടാ പറഞ്ഞു. ആദ്യം കൊണ്ടുപോയി പഠിച്ചിട്ട് അന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ 2ാമത്തെ പ്രാവശ്യം. സെക്കൻഡ് ശരിക്കും റെക്കോർഡ് ചെയ്തു ചിദംബരത്ത്. അതിനുശേഷം പാടിയ മ്യൂസിക് ഡയറക്ടർ പിന്നെ ഒരുപക്ഷെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ്. അതിന് മുമ്പ് മേയർ നായറൊക്കെ പാടിയിട്ടുണ്ട്. മേയർ നായർ നമ്മുടെ പാടിയിട്ടുണ്ട്. ഈ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ടാണ് കൂടുതൽ ജനഹൃദയങ്ങളിലേക്ക് അടുപ്പിച്ചത്. ആദ്യത്തെ ഇറങ്ങിയ പാട്ടതാണല്ലോ അല്ലേ, ഫസ്റ്റ് ഇറങ്ങിയ പാട്ടതാണ്. ശരി. ഈ പാട്ട് കേട്ടപ്പോൾ തന്നെ ചേട്ടന് തോന്നിയിട്ടില്ലേ ഇനിയും കുറെ പാട്ടുകളുടെ ഭാഗമാകാൻ കഴിയുമെന്നോ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി കേട്ടപ്പോൾ തോന്നി. പക്ഷെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എനിക്ക് ആദ്യം എന്നെ കൊണ്ട് പാടിച്ചത് മാത്രമല്ല, എനിക്കുള്ള പാട്ടല്ലാന്ന് ആദ്യം പറഞ്ഞു മാഷ്. എന്നെ പറഞ്ഞു ഇതൊക്കെ ആക്കി നിനക്ക് താരുണ്യം തന്നോട് എൻ്റെ പാട്ട് തോന്നി, നിനക്ക് ആ പാട്ടാണ്, മറ്റേത് വേറെ യേശുവിനെ കൊണ്ട് വെച്ച് പഠിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ മൈക്കിൽ കയറി പാടാൻ പറഞ്ഞിട്ടുണ്ട്, നീ പാട്, ഒരു പ്രാവശ്യം പാടി നോക്കി. മൈക്കിൽ പാടി 2-3 പ്രാവശ്യം പാടിച്ചു എന്നെ കൊണ്ട്. അത് ഞാൻ കൂടെ വന്നപ്പോൾ കൃഷ്ണനായർ സാറിനെ കണ്ടേ, ഡയറക്ടർ. സാറേ ഇങ്ങനെ ഈ പാട്ട് നന്നേരം പാട്ടാണല്ലോ, അയ്യോ നന്നായിട്ട് പാടിയിട്ടുണ്ട്, നീ നന്നായിട്ട് ഹിറ്റാവും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ പാടുന്നു. പിന്നെ പുള്ളി വെറുതെ പറഞ്ഞു നിൻ്റെ പാട്ട് തന്നെയാണ്. ഒരു സന്തോഷം മനസ്സിൽ, ഭയങ്കര നല്ലൊരു പാട്ട് കിട്ടിയില്ല, ദൈവമേ, ഒരു മറക്കാൻ പറ്റാത്ത നല്ലൊരു പാട്ട് കിട്ടിയില്ല എന്നുള്ളത് വളരെ സന്തോഷം മനസ്സിൽ തോന്നി. പണ്ട് ചേട്ടൻ എൻ്റെ ഒരു പാട്ട് പാടി, അത് പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു. ആ പാട്ടിൻ്റെ പല്ലവി എങ്ങനെയാണ്: പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറി എത്തുന്ന സായന്തനം, കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവ് പോൽ ദീപ്തം. ഇതാണ് പല്ലവി. അപ്പോൾ ഇത് ചെന്നൈയിൽ വെച്ചായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ചേട്ടൻ പാടുമ്പോൾ ഞാൻ ഇല്ല, പക്ഷേ എന്നോട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ സാഹിത്യത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഒരു സാഹിത്യത്തെ ഇത്രയേറെ നിരീക്ഷിക്കുന്ന ഒരു ഗായകൻ പാടിയിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ടും കാണാപ്പാടം അറിയാം, ഇപ്പോഴും പാട്ട് കാണാറിയാം. അപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ ഒരു വരി: പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം, പതിരുള്ള നാഴൂരി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണ പാരായണം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം ഓണനിലാവു പോൽ ദീപ്തം. ഈ പാട്ട് പാടിയിട്ട് 6 വർഷം കഴിഞ്ഞു, ഇപ്പോഴും ഈ പല്ലവി. ചിത്രം എന്ന് പറഞ്ഞാൽ ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ
ചിരി തൂകിയ അച്ഛൻ്റെ ഛായാചിത്രം, ഇല്ലായ്മതൻ കളിത്തൊട്ടിലിൽ അനുജന്റെ എല്ലാം മറന്നുള്ള മയക്കം, ചിങ്ങക്കിളി പാടും പാട്ടിലും കഥനം, ഓർമ്മകൾക്കിപ്പോഴും ബാല്യം, ഓണനിലാവു പോൽ ദീപ്തം. ഓരോരുത്തർക്കും ഓരോ പാട്ടുകൾ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഈ പാട്ടാണ്. ഇപ്പോൾ രാജീവിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പാട്ടാണ്. ഇപ്പോൾ എം ജയേന്ദ്രൻ്റെ പാട്ട് വലിയ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. സ്മൃതി തൻ ചിറകിലേറി ഞാനൻ ശ്യാമഗ്രാമഭൂവിലണയുന്നു, അതെല്ലാവരും പാടാൻ പറയും. നല്ല അതുപോലെ തന്നെ ഒന്നിനിശ്ചിത അത് പിന്നെ കമ്പോസ് ചെയ്ത ആള് ഒരു സിനിമാ ഗാനത്തെക്കാളെ ഏറ്റവും പോപ്പുലറായ പാട്ടാണ്. ഇപ്പോഴും ആ പാട്ട് സ്റ്റേജിൽ ഞാൻ പാടുമ്പോൾ തുടങ്ങുമ്പോൾ കയ്യടിയാണ്. അത്ര പോപ്പുലറായ പാട്ട്. ഈ ഒന്നിനിശ്ചിത മാതിരി ഒരു കോമ്പോസിഷൻ, അത് റെയർ കോമ്പോസിഷൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ. ചേട്ടാ, ഈ ഒരു രാജകുടുംബത്തിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ ജീവിക്കുകയും വളരുകയും അല്ലെങ്കിൽ സ്വപ്നം കാണുകയും ഒക്കെ ചെയ്ത ഒരു ജയചന്ദ്രൻ അല്ലെങ്കിൽ ഒരു കുട്ടൻ തമ്പുരാൻ പിന്നീട് മലയാളത്തിൻ്റെ ഭാവഗായനായിട്ട് വളർന്നപ്പോൾ എന്തായിരുന്നു രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം? മറ്റേത് വളരെ സ്വാതന്ത്ര്യമുള്ളൊരു ലോകം, വളരെ അനുഭവേദ്യമായ സ്വപ്നങ്ങൾ വിടരുന്നൊരു ലോകം. ഇത് 4 ചുവരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ കാണാൻ അല്ലല്ല അന്നത്തെ ആ ഇതിൻ്റെ അന്തരീക്ഷം അങ്ങനത്തെ ഇപ്പോൾ പഴയ ഓണം ഇപ്പോൾ ഓണക്കാലം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചേർന്നമംഗലത്ത് എൻ്റെ തറവാട്ടിൽ, പാലിയം തറവാട്ടിൽ കുട്ടിക്കാലത്തെ ഓണം എന്ന് വെച്ചാൽ ഞങ്ങളൊന്നിച്ച് പോയി ചെളി വെട്ടിക്കൊണ്ടുവന്ന് ഓണത്തപ്പന ഉണ്ടാക്കി ഇല്ലല്ലേ. അന്ന് സദ്യക്ക് ഇവർ പുറത്ത് അവർക്ക് ഈ ഇത് കൊണ്ട് ഉണ്ടാക്കി കൊണ്ടുവരും. ഈ കൊശവന്മാരും മണ്ണില്ലേ മൺചട്ടി അവരുണ്ടാക്കി കൊണ്ടുവരും. അടുപ്പ് അത് പഴത്തിൻ്റെ പഴന്നൂർക്ക് കൊടുത്താൽ അവരിത് തരും. അങ്ങനെ മേടിച്ച് ആ കാലം, അന്നത്തെ കാലം അതൊക്കെയാണ് ആ ഓർമ്മകളാണ്. എന്തൊരു മനോഹരമാണ്, എന്തൊരു മനോഹരം, എന്തൊരു ബ്യൂട്ടിഫുള്ളാണ് ആ ഓർമ്മകൾ. ആ ഓണവും അതെല്ലാം കണ്ടിട്ട് ഇന്നത്തെ ഓണം കാണുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത്. പുച്ഛമാണ്. എന്തോ അതെല്ലാം മാറിപ്പോയി. ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥയും, നമ്മുടെ ആഹാരം ഉൾപ്പെടെ മാറിപ്പോയി. ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതില്ലേ, ഇപ്പം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ആ കാലത്തൊക്കെ ഓണത്തിന് എന്ന് പറഞ്ഞാൽ ഓണസദ്യയും പിന്നെ ഈ പുലിക്കളി, കുമ്മാട്ടി വരല്, അതിങ്ങനെ ആ അന്തരീക്ഷം തന്നെ അന്ന് ഇതായിരുന്നു. ആ കർക്കിടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കർക്കിടകന്മാരില്ല. അന്നത്തെ കർക്കിടകം ആ മഴ കഴിഞ്ഞിട്ട്, ഭയങ്കര മഴ കഴിഞ്ഞിട്ട് ചിങ്ങം പിറക്കുമ്പോൾ എല്ലാം അതാണ് വെയിൽ കൊണ്ടിട്ട് ആ ചിങ്ങത്തിൻ്റെ ആ വെയിലിൽ ഇങ്ങനെ പച്ച പിടിച്ചിങ്ങനെ കിടക്കണം ഫുള്ളായിട്ട്. ഇങ്ങനെ ഒരു മനോഹരമായിരുന്നു അന്തരീക്ഷത്തിൽ, ഒരു മനോഹരം. ഈ കർക്കിടകത്തിൻ്റെ സങ്കടങ്ങൾ കഴിഞ്ഞിട്ട് ഒരു സൗഭാഗ്യങ്ങളുടെ ചിങ്ങം ഇതാണ് ഇപ്പോൾ എല്ലാം എപ്പോഴും കാണാം. ആ അന്തരീക്ഷം തന്നെ അങ്ങനെ പുഞ്ചിരിച്ചിട്ടുണ്ടോ. അതെ, വല്ലാത്തൊരു അനുഭവമാണത്. കാര്യം ഇപ്പോൾ എല്ലാവർക്കും സൗഭാഗ്യങ്ങളുടെ ലോകമുള്ളതുകൊണ്ട് ഈ സങ്കടങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. ആ ഭാഗ്യം ഉണ്ടാകുന്നില്ല. സങ്കടം അനുഭവിച്ചാലേ അവർക്ക് ഒരു ഗായകനും മനസ്സിൽ ദുഃഖം, അവൻ്റെ അനുഭവങ്ങളാണ് ജീവിതത്തിൽ. ഈ സങ്കടങ്ങൾ ഒരു സമ്പാദ്യമായി കൊണ്ടാടുന്നവനെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്ക് വിലയുണ്ടാവും. നമ്മളെ കാലം ഒരു പ്രൊമോഷനോടെ ഇങ്ങനെ കൊണ്ടു നടക്കും. കാലം നടക്കും. കാര്യം എൻ്റെ അമ്മ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സംഗീത കോളേജിലേക്ക് പലരും പറഞ്ഞു അവനെ സംഗീതത്തിൽ വിടാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു പറ്റില്ല, അവനൊരു ഗ്രാജുവേറ്റ് ആവണം. അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഞാനൊരു ഗ്രാജുവേറ്റ് ആവണം, നിർബന്ധമായിരുന്നു. അത്തരം ബിരുദധാരി ഔപചാരികതയുടെ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരാൾ പക്ഷെ കാലാധിപത്യമായത് സംഗീതത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഞാനത് റിസ്ക് എടുക്കായിരുന്നു. ഞാൻ വർക്ക് ചെയ്യായിരുന്നു, പാരിയൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഈ ചെന്നൈയിലേക്കുള്ള പോക്ക് തന്നെ ഈ ജോലിക്ക് വേണ്ടിയാണ്. ജോലിക്ക് വേണ്ടി പാടാൻ വേണ്ടി പോയതല്ല, ജോലിക്ക് വേണ്ടി പോയതാ. ജോലിക്ക് വേണ്ടി പോയി ഇങ്ങനെയായി. പിന്നെ തിരിച്ചു പോരേണ്ടതുണ്ടല്ലോ അവിടെ തന്നെ താങ്ങി. പിന്നീട് തമിഴിലേക്കും അത് രായ സാറാണ് അതിൻ്റെ ഒരു എം എസ് വിശ്വനാഥൻ സാറിൻ്റെ ഒരു സഹായവും സ്നേഹവും പ്രോത്സാഹനവും മലയാളത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. പണിതീരാത്ത വീട്, സുപ്രഭാതം. ആ സുപ്രഭാതം എന്ന പാട്ട് ഒരു സംസ്ഥാനതല അംഗീകാരത്തിലേക്ക് എത്തുകയും ഒരുപക്ഷെ അത് കാലാതിവൃത്തിയാകുകയും ചെയ്തു. 99.9% പാട്ടുകൾ ജനഹൃദയങ്ങളിൽ എത്തി എന്നുള്ളതൊരു ഭാഗ്യമാണ്. പേരായിൻ്റെ പടത്തിൽ ഒരു വരിയൊന്ന് പാടിക്കുന്നത് വളരെ സന്തോഷമാണ്. തോരാത്തൊരു പാട്ടുണ്ട് നനവോരത്ത്
ചെറുനാരു കൊരുത്തുമിനൊക്കിയ കൂടുണ്ട്, തള്ളപ്പൂവാലിക്ക് ചെല്ലക്കൂത്താടും കുഞ്ഞിക്കൊഞ്ചൽ കൂട്ട്, കാടാകെ മോളി താരാട്ട്. കാട്ടാറിന് തോരാത്തൊരു പാട്ടുണ്ട് നനവോരത്ത്, ചെറുനാരു കൊരുത്തുമിനൊക്കിയ കൂടുണ്ട്, തള്ളപ്പൂവാലിക്ക് ചെല്ലക്കൂത്താടും കുഞ്ഞിക്കൊഞ്ചൽ കൂട്ട്, കാടാകെ മോളി താരാട്ട്. 5 ദശാബ്ദക്കാലത്തോളം ഈ ഭാവ ഗാംഭീര്യമുള്ള ശബ്ദം മലയാളിയുടെ ഹൃദയത്തെ ഇങ്ങനെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൈരളി ടി വിക്ക് കൊണ്ട് ഒരു അഭിമുഖ സംഭാഷണത്തിന് ഒത്തിരി നിർബന്ധിച്ചാണ് സമ്മതിച്ചത്. അതെ, പ്രേക്ഷകരോടുള്ള ഇഷ്ടക്കുറവൊന്നുമല്ല, ഒരിക്കലും പിന്നെ ഇതിനോടുള്ള ഒരു താല്പര്യമില്ല അല്ലേ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ശരി ശരി. അത് ഞാൻ ചോദിക്കുന്നതല്ല, ഈ താല്പര്യം, ഈ ചോദ്യം ചോദിക്കാൻ കാര്യം മറ്റൊന്നുമല്ല. പിന്നെ ഈ 2 സിനിമയിൽ എങ്ങനെ അഭിനയിച്ചു? അത് അഭിനയിക്കേണ്ടി വന്നു, അഭിനയിക്കേണ്ടി വന്നതാണ്. ഒന്ന് കൃഷ്ണപരന്ത എന്ന സിനിമയിൽ അത് ചെന്ന് വേണ്ടായിരുന്നു, മഹാ ബോറായിരുന്നു, വൃത്തിയായിട്ടൊരു ആ സിനിമയും മഹാ മോശമായിരുന്നു, സിനിമയിൽ ഞാൻ ചെയ്ത റോള് മോശമായിരുന്നു, എല്ലാം കൊണ്ടും അതൊരു ഒഴിവാക്കാവുന്ന സംഗതിയായിരുന്നു. ഗായകൻ എന്ന ഒരു ജയേന്ദ്രൻ എന്ന ഗായകന്റെ ഇമേജിൽ നിന്നുകൊണ്ട് ആ ചിത്രത്തെ കാണുമ്പോൾ അത് തീർത്തും ഒഴിവാക്കാമായിരുന്നു പടം. പക്ഷെ മറ്റേ ചിത്രം നഗരങ്ങൾ നന്നായിരുന്നു. എന്നുവെച്ചാൽ അതിൻ്റെ എല്ലാം കൊണ്ട് അതിൽ MT സാറിൻ്റെ സ്ക്രിപ്റ്റും ഹരിഹരൻ്റെ ഡയറക്ഷനും എല്ലാം കൂടെ ആ അറ്റ്മോസ്ഫിയർ, ഭാരതപ്പുഴയുടെ തീരത്തുള്ള അന്തരീക്ഷം, ഒരു ക്യാമ്പ് മാതിരി വളരെ ഞാൻ എൻജോയ് ചെയ്ത ഒരു ഇതാണ് നഗരങ്ങൾ. അല്ല, MD യുടെ ഒരു കഥാപാത്രമാകാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണ്. ചേട്ടാ, നമ്മളിപ്പോൾ പുത്തൂരം പുത്തിരി ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞ സിനിമയിൽ വിജയ് യേശുദാസിനോടൊപ്പം എൻ്റെ മകൻ പാടി ഇതിനും പാടി. അപ്പോൾ അത് പണ്ട് ചേട്ടനും യേശുദാസും കൂടി പാടിയ പാട്ട്, പാടാം ആരോമൽ ചേവകർ അംഗം വെട്ടിയ കഥകൾ. അത് വീണ്ടും ഇവർ രണ്ടും കൂടെ പാടിയപ്പോൾ ഒരു തലമുറയുടെ സംഘമായിട്ട് ഒരു കൗതുകം തോന്നി. പക്ഷെ എൻ്റെ മോൻ അവൻ ഇൻട്രസ്റ്റ് എടുത്ത് ആദ്യം അങ്ങ് എടുത്ത് പാടുന്നില്ല. അവന് ജോലി വർക്കിനകത്ത് ഒരുപാട് തിരക്കായ കാരണം പാട്ട് പാടാൻ സമയം കിട്ടുന്നില്ല. അദ്ദേഹത്തിന് ജോലിയിലാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് ഒരു പക്ഷേ കൂടുതൽ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ അടുത്ത തലമുറയിൽ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടോ? ആഗ്രഹം ഉണ്ടാകും, ചോദിച്ചിട്ടില്ല. പക്ഷെ നല്ല ശബ്ദമൊക്കെയാണ്, നല്ല ശബ്ദമാണ്, പാടാൻ പറ്റുന്ന ശബ്ദമൊക്കെയാണ്. എല്ലാം ശുദ്ധ സംഗീതത്തിൻ്റെ ഒരു തെളിനീർ തടാകങ്ങളാണെന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഏത് തടാകത്തിൽ കുളിക്കുമ്പോഴാണ് ഏറ്റവും ഒരു സുഖം തോന്നിയത്? ഇത് പഴയ ദേവരായൻ മാഷ്, എല്ലാവരും 4 പേര്. ഇപ്പോൾ ദേവരായ മാഷെന്നോ ബാബുരാജ്, അത് വേറെ സ്കൂളാണ്. ബാബുരാജിൻ്റെ ഹിന്ദുസ്ഥാനി ആ ഒരു വേറെ സ്കൂളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. പക്ഷേ ഈ ഞാൻ ഒരു തരത്തിൽ ഇപ്പം അന്നത്തെ കാലത്ത് ഞാൻ വെറുതെ ഇരിക്കില്ല, എൻ്റെ പാട്ടുകൾ എല്ലാ സ്റ്റുഡിയോയിലേക്കും പോകും ഞാൻ. ദേവരായ മാഷ റെക്കോർഡിങ് കേട്ട് ഞാൻ ഉടനെ സ്വാമിയുടെ റെക്കോർഡിങ്ങിൻ്റെ കൂടെ പോകും, അങ്ങോട്ട് ഓടും. അത് ഞാൻ ആ പാട്ടുകൾ ആരെ പാടിയാലും, യേശുദാസ് പാടിയാലും, സുശീല പാടിയാലും, ജാനകി പാടിയാലും, ബാബുക്കാരാവും, ബാബുരാജിൻ്റെ അവിടെ പോകും, കമ്പോസിങ് പോയിരിക്കും, പാട്ട് കേൾക്കും, പാട്ടുകൾ എഴുതും. അപ്പം എപ്പോഴും മറക്കില്ല. ആ ഇരുപണ്ണീർ തുള്ളി സോണി പിക്ചേഴ്സ് ഹാർമോണിയം വായിച്ചിരിക്കുമ്പോൾ വരി എത്തിയില്ലല്ലോ എന്നാണ് ബാബുക്ക പറഞ്ഞു. അപ്പോൾ ആ വരിയൊന്നും ഭാസ്കർ മാഷ വരി അങ്ങോട്ടാകും. അപ്പോൾ 2 കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വെച്ച് കണ്ടുമുട്ടി അവർ കണ്ടുമുട്ടി എന്നെ കണ്ടുവന്ന സ്വപ്നത്തിൻ്റെ കഥകേറി. ഇതുപോലെ ഈ ബാക്കോടെ ഹാർമോണിയം 2 കണ്ണീർ തുള്ളികൾ ഒരു സുന്ദരിയുടെ കരിമിഴികളിൽ വച്ചു കണ്ടുമുട്ടി. അപ്പം അങ്ങോട്ട് വരികയാണ്. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഓരോരുത്തർ സ്വാമിയുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സ്ഥലമായിട്ട് അവിടെ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, രാഘവൻ മാഷ വേറെ ഒരു വല്ലാത്ത ഒരു അത്തരം ഒരു വസന്ത. രാഘവൻ മാഷ് പാടുമ്പോൾ ആ ഫോക്കിൻ്റെ അദ്ദേഹം പാടുന്ന മാതിരി ഒരാൾക്ക് പാടാൻ പറ്റില്ല. പാട്ട് അദ്ദേഹത്തിൻ്റെ ട്യൂൺ അദ്ദേഹം പാടുന്ന മാതിരി ഒരു സിംഗർക്ക് അതിൻ്റെ ഒരു 50% പാടാൻ പറ്റുള്ളൂ. ഫീൽ നാടൻ ആ മണ്ണിൻ്റെ മണം എന്ന് പറയില്ലേ. ഈ മറ്റ് പിന്തുണയൊന്നും ഇല്ലാതെ പ്രതിഭ കൊണ്ട് മാത്രം ഇത്രയും കാലം നിലനിന്ന കുറേ ആൾക്കാരല്ലേ? തീർച്ചയായിട്ടും അവരൊക്കെയാണ് പ്രതിഭ. ജയേന്ദ്ര സംഗീതം, ആ ഭാവഗാന നദി ഒഴുക്ക് നിർത്തിയിട്ടില്ല. ഇനിയും ഒരുപാട് അനശ്വര ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിക്കാൻ അദ്ദേഹം വളരെ ആവേശത്തോടെയും പ്രാർത്ഥനയോടെയും നിതാന്തമായ കാത്തിരിപ്പാണ്. കുറേ നല്ല പാട്ടുകളുടെ ഭാഗമാകുവാൻ ഈ ഭാവഗായകന് അനുഗ്രഹീത ശബ്ദം എന്നും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി എല്ലാ ആശംസകളും നേരുവാൻ കൈരളി പ്രേക്ഷകർക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എല്ലാ
മാന്യ പ്രേക്ഷകർക്കും അല്ലേ? അതെല്ലാം എൻ്റെയും പ്രിയപ്പെട്ട ജയേട്ടൻ്റെയും നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, ഒരുപക്ഷെ നമ്മുടെ അപ്പൂപ്പനും നമ്മുടെ അച്ഛനും പിന്നീട് നമ്മളും ഒരുപാട് പ്രണയത്തോടെയാണ് ഈ ശബ്ദം മനസ്സിലേറ്റിയത്. തലമുറകൾക്കപ്പുറത്ത് ഈ ശബ്ദം ഒരു ജന്മപുണ്യം പോലെയാണ് നമ്മൾ കൊണ്ടാടിയത്. നമുക്ക് ഈ ശബ്ദം നമ്മുടെ ശബ്ദം തന്നെയാണ്. തീർച്ചയായിട്ടും ജയചന്ദ്രൻ അത് മലയാളത്തിൻ്റെ ഒരു പര്യായമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ പര്യായത്തെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടാടുകയും ചെയ്യുന്നു. ഈ ഓണം കുറേ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും അറിയിക്കുവാൻ, നമ്മൾ വല്ലാതെ മാറിപ്പോകുമ്പോൾ പഴയ പാട്ടുകളിലൂടെ നമ്മൾ മാറിപ്പോയത്, നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മാറ്റങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഈ കുറച്ച് സമയം ജയേട്ടൻ്റെ സംഭാഷണങ്ങൾ ഉപകരിച്ചു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു.